കഴിഞ്ഞ വർഷം ജൂലൈയിൽ നടത്തിയ ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റ് ബയോളജി എക്സാമിനേഷൻ്റെ ബോട്ടണി ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ ഭാഗം ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 3 ഈച്ച് ക്യാരീസ് 1 സ്കോർ. ചോയ്സ് ഇല്ലാത്ത ക്വസ്റ്റ്യൻസാണിവ. ഒന്നാമത്തെ ചോദ്യം, വിച്ച് among the following is an example for flagellated protozoans? Options: A. Amoeba, B. Trypanosoma, C. Paramecium and D. Plasmodium. ഓരോ ഓപ്ഷൻസും പരിശോധിച്ചാൽ അമീബ ഒരു അമീബോയിഡ് പ്രോട്ടോസോവനാണ്. ട്രൈപ്പനോസോമ ഇറ്റ് ഈസ് എ ഫ്ലാജുലേറ്റഡ് പ്രോട്ടോസോവൻ. പാരമീസിയം എ സീലിയേറ്റഡ് പ്രോട്ടോസോവൻ. പ്ലാസ്മോഡിയം ഇറ്റ് ഈസ് എ സ്പോറോസോവൻ. ഈ ഗ്രൂപ്പിൽ ട്രൈപ്പനോസോമ ഈസ് യൂണിഫ്ലാജിലേറ്റ് വിത്ത് അണ്ടുലേറ്റിംഗ് മെംബ്രെയിൻ. ദിസ് ഈസ് എ പാരസൈറ്റ് കോസിംഗ് സ്ലീപ്പിംഗ് സിക്നസ്. സോ ദി ആൻസർ ബി, ട്രൈപ്പനോസോമ. അടുത്ത ചോദ്യം, എ സിമ്പിൾ ഗേഷ്യസ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ PGR ഈസ് ഡാഷ്. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിൽ ഒരു ഗേഷ്യസ് ഹോർമോൺ മാത്രമേ ഉള്ളൂ, അത് എഥിലീൻ ആണ്. മറ്റു ഹോർമോണുകൾ ഓക്സിൻസ്, ജിബറലിൻസ്, സൈറ്റോകൈനിൻസ് ആൻഡ് ആബ്സിസിക് ആസിഡ്. അടുത്ത ചോദ്യം, ക്രോസിംഗ് ഓവർ ഒക്കേഴ്സ് ഇൻ ഡാഷ് സബ്സ്റ്റേജ് ഓഫ് പ്രോഫേസ് 1. രണ്ട് തരം സെൽ ഡിവിഷൻസ് ഉള്ളത് നമുക്കറിയാം, മൈറ്റോസിസും മിയോസിസും. അതിൽ മിയോസിസ് നടക്കുന്നത് മിയോസിസ് 1, മിയോസിസ് 2 എന്നീ ഫേസുകളിലൂടെയാണ്. മിയോസിസ് 1ൻ്റെ സ്റ്റേജുകളാണ് പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1 ആൻഡ് ടീലോഫേസ് 1. പ്രോഫേസ് 1ലുള്ള വിവിധ സ്റ്റേജുകൾ, ഇറ്റ് ഈസ് എ ലോങ്ങസ്റ്റ് ഫേസ് ഇൻ മിയോസിസ്. ഈ സ്റ്റേജുകൾ 5 സ്റ്റെപ്പുകളുണ്ട്: ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കിറ്റിൻ, ഡിപ്ലോട്ടിൻ ആൻഡ് ഡയാകൈനസിസ്. ഇതിൽ 2 നോൺ സിസ്റ്റർ ക്രോമാറ്റിഡുകൾ തമ്മിൽ ക്രോമസോം പീസുകൾ ഷെയർ ചെയ്യുന്ന പ്രോസസ്സാണ് ക്രോസിംഗ് ഓവർ. ഇത് നടക്കുന്നത് പാക്കിറ്റിൻ സ്റ്റേജിൽ വച്ചിട്ടാണ്. സോ ദി ആൻസർ ഈസ് പാക്കിറ്റിൻ സ്റ്റേജ്. അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ എനി 9 ക്വസ്റ്റ്യൻസ് ഫ്രം 4 to 14. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 സ്കോർസ്. 9 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം, 18 മാർക്ക് മൊത്തം. നാലാമത്തെ ചോദ്യം, plants that are adapted to dry tropical regions have the C4 pathway. Write any 2 advantages of C4 plants over C3 plants. കുറേയേറെ ഡിഫറൻസുകൾ ഇവ തമ്മിലുണ്ട്. അവയിൽ ചിലവ: കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ ഈസ് മോർ ഇൻ എമൗണ്ട് ഇൻ C4 plants than C3 plants. C4 plants do not have photorespiration, but C3 plants have photorespiration. C4 plants can grow even above 40 degrees Celsius of temperature. ഏതെങ്കിലും 2 പോയിൻറ്റ്സ് എഴുതിയാൽ 2 മാർക്ക്. മറ്റ് ഡിഫറൻസുകൾ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കുക. അഞ്ചാമത്തെ ചോദ്യം, റുബിസ്കോ ഈസ് ദി മോസ്റ്റ് അബണ്ടൻറ്റ് എൻസൈം ഇൻ ദി പ്ലാന്റ് വേൾഡ്. ഹൗ ഡസ് റുബിസ്കോ ഇൻവോൾവ് ഇൻ ഫോട്ടോ റെസ്പിറേഷൻ? സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ പെറോക്സിസോംസിൻ്റെ സഹായത്തോടെ ചെടികൾ ഓക്സിജനെ സ്വീകരിച്ച് കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്ന പ്രക്രിയയാണ് ഫോട്ടോ റെസ്പിറേഷൻ. ഈ പ്രോസസ്സിൽ ഷുഗർ ഉണ്ടാവുകയോ ATP ഉണ്ടാവുകയോ ചെയ്യുന്നില്ല, മറിച്ച് ATP ഉപയോഗിച്ച് കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഫോട്ടോ റെസ്പിറേഷൻ ഈസ് എ വേസ്റ്റ്ഫുൾ പ്രോസസ്സ്. ഈ പ്രക്രിയയിൽ RUBP കാർബോക്സിലേസ് ഓക്സിജനേസ് റുബിസ്കോ ഈസ് ഇൻവോൾവ്ഡ്. C4 പ്ലാന്റ്സിൽ ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നില്ല, കാരണം എൻസൈമിൻ്റെ സൈറ്റിനടുത്ത് കൂടുതൽ കാർബൺ ഡയോക്സൈഡ് ലഭ്യമാക്കാനുള്ള സംവിധാനം C4 പ്ലാന്റ്സിലുണ്ട്. കാർബൺ ഡയോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയിരുന്നാൽ റുബിസ്കോ ഫങ്ഷൻസ് ആസ് കാർബോക്സിലേസ് ഇൻസ്റ്റെഡ് ഓഫ് ഓക്സിജനേസ്. ഓക്സിജൻ competes with carbon dioxide to bind with
the active site of enzyme, and the relative concentration of oxygen and carbon dioxide is the factor that determines which of the two will bind to the enzyme. കാർബൺ ഡയോക്സൈഡിനോട് കൂടുതൽ അഫിനിറ്റി ഉള്ള ഈ റുബിസ്കോ എൻസൈം കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അവയെ സ്വീകരിച്ച് കാർബോക്സിലേഷൻ നടക്കുന്നു. ഇൻ C3 പ്ലാന്റ്സ് ഓക്സിജൻ ബൈൻഡ്സ് ടു റുബിസ്കോ ആൻഡ് ദെയർഫോർ കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ ഈസ് റെഡ്യൂസ്ഡ്. പ്രശ്നം റുബിസ്കോയുടെ ഇൻവോൾവ്മെൻറ്റും എഴുതിയാൽ 2 മാർക്ക്. ആറാമത്തെ ചോദ്യം, ഒബ്സർവ് ദി ഡയഗ്രം ഗിവൺ ബിലോ. എ. ഐഡൻറ്റിഫൈ ദി ടൈപ്പ് ഓഫ് പ്ലാന്റ് കൾച്ചർ. ബി. റൈറ്റ് എനി 2 uses of this type of plant culture. The type of plant culture is hydroponics, or it is otherwise called soil-less culture. Plants are growing in a nutrient medium. Uses. By hydroponics, the essential elements and their deficient symptoms of plants could be identified. ഒരു എലിമെൻറ്റിൻ്റെ ഡെഫിഷ്യൻസി സിംറ്റംസ് കണ്ടുപിടിക്കാനായിട്ട് ഹൈഡ്രോപോണിക്സ് സഹായിക്കുന്നു. ഹൈഡ്രോപോണിക്സ് ഹാസ് ബീൻ എംപ്ലോയിഡ് ആസ് എ ടെക്നിക് ഫോർ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ഓഫ് ടൊമാറ്റോ, സീഡ്ലെസ് കുക്കുംബർ ആൻഡ് ലെറ്റ്യൂസ്. ഇത് ഒരു കൃഷി രീതിയായി വികസിപ്പിച്ചെടുത്ത് ടൊമാറ്റോ, ലെറ്റ്യൂസ്, സീഡ്ലെസ് കുക്കുംബർ എന്നിവ വിളയിച്ചെടുക്കുന്നു. ഹൈഡ്രോപോണിക്സ് എന്നെഴുതുന്നതിന് 1 മാർക്ക്, അതിൻ്റെ 2 യൂസുകൾ എഴുതുന്നതിന് മറ്റൊരു മാർക്ക്. അടുത്തതായി 7ാമത്തെ ചോദ്യം, there are several reasons why plants can get along without respiratory organs. Justify the above statement by citing 2 reasons. സാധാരണ രീതിയിൽ അനിമൽസിനുള്ളതുപോലെ ഉള്ള ശ്വസനത്തിനുള്ള അവയവങ്ങൾ പ്ലാന്റ്സിനില്ല. എന്നാലും പ്ലാന്റ് ബോഡിയിൽ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. പ്ലാന്റ്സിന് ഒരു സെഡൻറ്ററി ലൈഫ് ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഗ്യാസ് എക്സ്ചേഞ്ച് മാത്രമേ നടക്കേണ്ടതുള്ളൂ. അതിനായുള്ള അഡാപ്റ്റേഷൻസ് പ്ലാന്റ്സിനുണ്ട്. റീസൺ 1, ആസ് ദർ ഈസ് നോ മച്ച് എനർജി നെസസിറ്റി ഫോർ ദി മൂവ്മെൻറ്റ് ആൻഡ് ഓൾ, ദർ ഈസ് നോ ഗ്രേറ്റ് ഡിമാൻഡ് ഓഫ് ഗ്യാസസ് ഇൻ പ്ലാന്റ്സ്. റീസൺ 2, plants have a very large surface area and they can diffuse the gases in and out easily without a specific organ. 2 points, 2 മാർക്ക്. ഇനി 8ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. Many plants show plasticity during their lifespan. Questions. A. What is plasticity? B. Give 1 example. Plasticity is the ability of plants to follow different pathways in response to environment or phases of life to form different kinds of structures. പരിസരങ്ങളോട് ഇണങ്ങി ജീവിക്കാനായിട്ടുള്ള ചെടികളുടെ ഒരു കഴിവാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഹെറ്ററോഫിലി ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഫോർ പ്ലാസ്റ്റിസിറ്റി. ഇത് ഹാബിച്വൽ ആയിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് കൊണ്ടും ആകാം. ഉദാഹരണത്തിന് പ്ലാവ് തുടങ്ങിയ മരങ്ങളിൽ 2 തരം ലീവ്സ് അപ്പിയർ ചെയ്യുന്നത് കാണാം. ഒന്ന് എൻറ്റയർ ലീവ്സ് ഉണ്ട്, മറ്റ് ഡിസെക്റ്റഡ് ലീവ്സും നമുക്ക് കാണാവുന്നതാണ്. ഇതൊരു ഹാബിച്വൽ അപ്പിയറൻസ് ആണ്. എന്നാൽ വാട്ടർ പ്ലാന്റ്സിൽ കാണുന്ന ഹെറ്ററോഫിലി എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് കൊണ്ട് ഉള്ളതാണ്. വെള്ളത്തിനടിയിൽ ഡിസെക്റ്റഡ് ലീവ്സും വെള്ളത്തിന് മുകളിൽ എൻറ്റയർ ലീവ്സും കാണാം. ലിംനോഫില, ഹെട്രോഫില, റാണങ്കുലസ് തുടങ്ങിയവ നല്ല ഉദാഹരണങ്ങളാണ്. കോട്ടൺ ചെടികളിലും മല്ലി പോലെയുള്ള ചെടികളിലും ഇതുപോലെയുള്ള വിവിധ തരത്തിലുള്ള ലീവ്സ് നമുക്ക് കാണാം. അവയും പ്ലാസ്റ്റിസിറ്റിക്ക് ഉദാഹരണങ്ങളാണ്. 9ാമത്തെ ചോദ്യം, Glycolysis is the breakdown of glucose into pyruvic acid. Questions. A. Where does glycolysis occur in a cell? B. Why is glycolysis a partial oxidation? അനേറോബിക് റെസ്പിറേഷനിലെയും എയറോബിക് റെസ്പിറേഷനിലെയും കോമൺ ആയിട്ടുള്ള
സ്റ്റെപ്പുകളാണ് ഗ്ലൈക്കോളിസിസിലുള്ളത്. ഈ ഗ്ലൈക്കോളിസിസ് സംഭവിക്കുന്നത് സൈറ്റോപ്ലാസത്തിനകത്ത് വെച്ചാണ്. ഗ്ലൈക്കോളിസിസ് നടക്കുമ്പോൾ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ 2 പൈറുവിക് ആസിഡ് മോളിക്യൂൾസായിട്ട് മാറുന്നു. ദിസ് ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഈസ് ഒക്കറിങ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ഓക്സിജൻ മേക്സ് ഓൺലി 2 ATP മോളിക്യൂൾസ് ഡയറക്റ്റ്ലി. പിന്നീട് ഗ്ലൈക്കോളിസിൽ ഉണ്ടാകുന്ന ഈ പൈറുവിക് ആസിഡ് മോളിക്യൂൾസ് ക്രബ് സൈക്കിൾ എൻ്റർ ചെയ്ത് കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുന്നു. ഈ ചോദ്യത്തിന് 2 മാർക്ക്. 10ാമത്തെ ചോദ്യം. ഗിവൺ ബിലോ is the diagrammatic representation of a particular stage of mitosis. Question. A. Identify the stage. B. Write any 2 features of this stage. മൈറ്റോസിസിന് 4 സ്റ്റേജുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. ഈ സ്റ്റേജുകൾ ഒന്ന് ഒബ്സർവ് ചെയ്താൽ തന്നിരിക്കുന്ന ചോദ്യത്തിലുള്ള സ്റ്റേജ് അനാഫേസ് സ്റ്റേജാണെന്ന് മനസ്സിലാക്കാം. ഇനി അതിൻ്റെ 2 ക്യാരക്ടേഴ്സ് എഴുതണം. ക്യാരക്ടർ 1. ദി സെൻട്രോമിയർ ഓഫ് ദി ക്രോമസോം സ്പ്ലിറ്റ് ആൻഡ് ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ്. ക്യാരക്ടർ 2. ദി സ്പിൻഡിൽ ഫൈബേഴ്സ് കോൺട്രാക്ട് സോ ദാറ്റ് ദി ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ആൻഡ് മൂവ് ടുവേർഡ്സ് ദി ഓപ്പോസിറ്റ് പോൾസ്. അനാഫേസ് എന്നെഴുതുന്നതിന് 1 മാർക്ക്, 2 ക്യാരക്ടേഴ്സ് എഴുതുന്നതിന് 1 മാർക്ക്. 11ാമത്തെ ചോദ്യം. Draw the given below chart in your answer sheet. Fill the blank columns. Plant growth regulatorsൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് ഓക്സിൻസ്. ഈ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോൺസ് 2 രീതിയിലുണ്ട്. ഒന്ന് നാച്ചുറൽ ഹോർമോൺ, മറ്റൊന്ന് ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് സിന്തറ്റിക് ഹോർമോൺസ്. അതായത് നാച്ചുറൽ ഓക്സിൻസ് ആൻഡ് സിന്തറ്റിക് ഓക്സിൻസ്. ഓരോന്നിനും 2 ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഉത്തരങ്ങൾ നോക്കൂ. 2,4-D 2,4-dichlorophenoxy acetic acid and naphthalene acetic acid NAA are the synthetic auxins. Indole acetic acid IAA, indole butyric acid IBA are നാച്ചുറൽ ഓക്സിൻസ്. 4 പേരുകൾ എഴുതിയാൽ 2 മാർക്ക്. അടുത്ത ചോദ്യം. ദോ ട്രാൻസ്പിറേഷൻ റിസൾട്ട്സ് ഇൻ ലോസ് ഓഫ് വാട്ടർ, ഇറ്റ് ഹാസ് മെനി പർപ്പസസ്. ലിസ്റ്റ് ഔട്ട് എനി 4 അഡ്വാൻറ്റേജസ് ഓഫ് ട്രാൻസ്പിറേഷൻ. ഇറ്റ് ക്രിയേറ്റ്സ് ട്രാൻസ്പിറേഷൻ പൂൾ ഫോർ ദി അബ്സോർപ്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ഇൻ പ്ലാന്റ് ബോഡി. നമ്പർ 2. ഇറ്റ് സപ്ലൈസ് വാട്ടർ ഫോർ photosynthesis. Number 3. It cools leaf surfaces about 10 to 15 degrees Celsius by evaporative cooling. And number 4. It maintains shape and structure of plants by keeping the cells turgid. 4 points, 2 മാർക്ക്. 13ാമത്തെ ചോദ്യം. മാച്ച് ദി കോളംസ് എ ആൻഡ് ബി. കോളം എ പ്രോഥാലസ്, സ്പോറോഫിൽസ്, coralloid roots, protonema. Matching options: mosses, plant body of algae, gametophyte of pteridophytes, sporangia bearing leaves, nitrogen fixation. ഇവിടെ ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പെംസ് എന്നീ പ്ലാന്റ്സിൻ്റെ ചില പ്രത്യേകതകളും അവയുടെ സ്ട്രക്ചേഴ്സുമാണ് തന്നിരിക്കുന്നത്. അവ തമ്മിൽ മാച്ച് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. Prothallus is gametophyte of pteridophytes. Sporophylls, sporangia bearing leaves. Coralloid roots for nitrogen fixation in gymnosperms. Protonema, primary stage of gametophytic development in mosses. 4 ഉത്തരവും കറക്റ്റായാൽ 2 മാർക്ക്. Question number 14. Fill the blanks in the flowchart given below. Which organelle possess hydrolytic enzymes? ആൻസർ ഷീറ്റിലേക്ക് ചാർട്ട് കോപ്പി ചെയ്യുക. എൻഡോമെംബ്രൈൻ സിസ്റ്റംസിലുള്ള സെൽ ഓർഗനൽസിൻ്റെ പേരുകളിൽ ലൈസോസോം മാത്രം തന്നിട്ടുണ്ട്. ബാക്കി 3 പേരുകൾ നമ്മൾ ഫിൽ ചെയ്യണം. എൻഡോമെംബ്രൈൻ സിസ്റ്റത്തിലെ മറ്റ് 3 മെമ്പേഴ്സാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾജി ബോഡീസ്
ആൻഡ് വാക്യൂൾസ്. ഇവയുടെ ഫങ്ഷൻസ് നമുക്കറിയാമെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഉത്തരം എഴുതാൻ പറ്റുകയുള്ളൂ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇൻ്റർ സെല്ലുലാർ ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുമ്പോൾ ഗോൾജി ബോഡീസ് വിവിധ തരത്തിലുള്ള സെക്രീഷൻസിന് സഹായിക്കുന്നു. വാക്യൂൾസ് സെല്ലിൻ്റെ കോൺസെൻട്രേഷൻ, സെൽ ടേർജിഡിറ്റി നിലനിർത്താൻ സഹായിക്കുന്നു. ലൈസോസോംസ് ലൈസിസിന് സഹായിക്കുന്നു. കാരണം ലൈസോസോമിനകത്ത് നിരവധി ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട്. ഈ ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ് ഹൈഡ്രോളിറ്റിക് എൻസൈംസ്. ഈ ഹൈഡ്രോളിറ്റിക് എൻസൈം ഉള്ളതുകൊണ്ട് സെൽ ഡൈജഷന് ഇത് കാരണമാകുന്നു. അപ്പോൾ രണ്ടാം ഭാഗത്തിൻ്റെ ഉത്തരം ലൈസോസോംസ്. എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൻ്റെ 3 ഐറ്റംസും ലൈസോസോമും എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക്. മൂന്നാമത്തെ സെക്ഷൻ ചോദ്യങ്ങളാണ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 3 scores. 4 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, 3 എണ്ണം ഉത്തരം എഴുതണം. ക്വസ്റ്റ്യൻ നമ്പർ 15. Transport of electrons through ETS of the chloroplast results in photophosphorylation. Write any 3 differences between cyclic and non-cyclic photophosphorylation. വ്യത്യാസങ്ങൾ ഒരു ചാർട്ട് രൂപത്തിൽ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. In cyclic photophosphorylation, it is carried out by photosystem 1 independently. In non-cyclic photophosphorylation, it is carried out by cooperative activity of both PS1 and PS2. In cyclic photophosphorylation, it does not require an external source of electron. But in non-cyclic photophosphorylation, a regular source of electron is required. Point number 3. In cyclic photophosphorylation, the same electron is recycled again and again. But in non-cyclic photophosphorylation, there is no recycling of electrons. It only produces ATP in cyclic photophosphorylation. But in non-cyclic photophosphorylation, ATP and NADPH are produced. In cyclic photophosphorylation, most of the cyclic photophosphorylation occurs in stroma thylakoids. But in non-cyclic photophosphorylation, it occurs in granum thylakoids. ഇതിൽ ഏതെങ്കിലും 3 സെറ്റ് പോയിൻറ്റ്സ് എഴുതിയാൽ 3 മാർക്ക്. 16ാമത്തെ ചോദ്യം. ദി ഫോളോയിങ് ആർ ദി അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അറേഞ്ച് ദീസ് ഫീച്ചേഴ്സ് ഇൻ ദി ടേബിൾ ഗിവൺ ബിലോ. ആൻസർ ഷീറ്റിലേക്ക് ടേബിൾ കോപ്പി ചെയ്യുക. ഓരോ കോളത്തിലും വരുന്ന അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് എടുത്ത് എഴുതുക. 1. എക്സാർക്ക് സൈലം. This is a root character. Presence of hypodermis. It is a stem character. Palisade parenchyma cells. It is a leaf character. Conjoined and open vascular bundle. It is a stem character. Endodermis with Casparian strips. It is a root character. Large empty bulliform cells. It is a leaf character. In short, each item is having 2 characters. Characters എല്ലാം ഒരു ചാർട്ട് രൂപത്തിൽ എഴുതുക. Each point gets half a mark, so that altogether 6 points, 3 marks. കൂടുതൽ റെഫറൻസിന് വേണ്ടി ഓരോ ഐറ്റത്തിൻ്റെയും റൂട്ട്, സ്റ്റെം, ലീഫ് ഇവയുടെ അനാറ്റമിക്കൽ ഡയഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലേബലിങ്സ് നോക്കി ശരിക്ക് പഠിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 17. ഒബ്സർവ് ദി ഗിവൺ ഫ്ലോറൽ ഡയഗ്രാം. എ. ഐഡൻറ്റിഫൈ ദി ഫാമിലി. ബി. റൈറ്റ് ഡൗൺ എനി 2 ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചേഴ്സ് ഓഫ് ഗൈനീഷ്യം. സി. റൈറ്റ് എനി 2 ഇക്കണോമിക്കലി യൂസ്ഫുൾ പ്ലാന്റ്സ് ബിലോങ്ങിങ് ടു ദിസ് ഫാമിലി. ഫ്ലോറൽ ഡയഗ്രാം നോക്കിയാൽ ഇതൊരു ട്രൈമീറസ് ഫ്ലവറാണ്. ട്രൈമീറസ് ഫ്ലവേഴ്സ് ഉള്ള ഫാമിലി നമ്മൾ പഠിച്ചിരിക്കുന്നത് ലിലിയേസിയ മാത്രമാണ്. സോ ദിസ് ഈസ് ലിലിയേസിയ ഫ്ലോറൽ ഡയഗ്രാം. ഫ്ലോറൽ ഡയഗ്രത്തിൽ ഗൈനീഷ്യം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓവറിയുടെ സെക്ഷണൽ വ്യൂ ആണ്. നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന ഓവറി സെക്ഷണൽ വ്യൂ നോക്കിയാൽ അതിൽ 3 ചേംബറുകൾ കാണാം. ട്രൈമീറസ് ഫ്ലവേഴ്സിൻ്റെ ദാറ്റ് മീൻസ് ട്രൈ ലോക്കുലാർ ഓവറി. അത് 3 ചേംബറുകളും
ഒന്നിച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് സിങ്കാർപ്പസ് ആണ്. സോ ദി ഓവറി ഈസ് ട്രൈലോക്കുലാർ ആൻഡ് സിങ്കാർപ്പസ്. ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദി ഓവ്യൂൾസ് ആർ അറേഞ്ച്ഡ് ഇൻ ആക്സിയൽ പ്ലാസൻറ്റേഷൻ. ഓവറിയുടെ ക്യാരക്ടേഴ്സിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഇനി സി ക്വസ്റ്റ്യൻ. നമുക്ക് പ്രയോജനപ്രദമായ കുറേ പ്ലാന്റ്സ് ലിലിയേസിയയിലുണ്ട്. അതിൽ 3 പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. 2 പേര് മാത്രം എഴുതിയാൽ ഉത്തരമായി. ഒന്ന് അലിയം സിപ്പ, സാധാരണ ചുവന്നുള്ളിയാണ്, നമ്മൾ വെജിറ്റബിൾ ആയിട്ട് ഉപയോഗിക്കുന്നു. 2 അലിയം സറ്റൈവം, വെളുത്തുള്ളി, അത് മെഡിസിനൽ പ്രോപ്പർട്ടി കൊണ്ട് കോണ്ടിമെൻറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു. 3 ഒരു എക്സാമ്പിളാണ് അലോവീര, കറ്റാർവാഴ. ഇതിന് വിവിധ തരത്തിലുള്ള മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. എ, ബി, സി ഉത്തരങ്ങൾക്ക് ഓരോ സ്കോർ വീതം. ഇവയുടെ സയൻറ്റിഫിക് നെയിംസ് എഴുതണം എന്ന് നിർബന്ധമില്ല. 18th ക്വസ്റ്റ്യൻ. An improved model of the structure of plasma membrane was proposed by Singer and Nicholson. A. What is this model called? B. Which component forms bilayer? C. Identify 2 types of proteins present in cell membrane. ചോദ്യങ്ങൾ വളരെ സിമ്പിളാണ്. The improved model of cell membrane proposed by Singer and Nicholson is fluid mosaic model of cell membrane. B question. The component of bilayer in cell membrane is lipids. And C. The type of proteins which are present are intrinsic proteins and extrinsic proteins. They are scattered in the lipid bilayer, making a mosaic appearance. So that mosaic model. 3 points, 3 മാർക്ക്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 18 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത് ഒരു ക്വിക്ക് റെഡി റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം. എല്ലാവർക്കും മുഴുവൻ മാർക്കും ലഭിക്കുമാറാകട്ടെ. ആശംസകളോടെ. താങ്ക് യു. Subscribe Raju Science World for more videos.